പ്രധാനമായിട്ടും എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം മുന്നോട്ട് വെക്കുമ്പോൾ ഞങ്ങൾ ഉദ്യോഗസ്ഥരെന്നുള്ള നിലയിൽ ഞങ്ങളുടെ ജോലി വളരെ കുറവാണ്. അതൊരു വലിയ കാര്യം. ഞാൻ വേറെ ഒത്തിരി ബ്രാഞ്ചിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇതുപോലെ പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊക്കെ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കണം, നമ്മൾ നിർബന്ധിക്കണം. നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ തളരും. പക്ഷെ അഞ്ചലിനെ സംബന്ധിച്ച് എനിക്കൊരു ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ജസ്റ്റ് ഒന്ന് മുമ്പോട്ട് വെച്ചു കൊടുത്താൽ പിന്നെ അത് നടന്നു കഴിഞ്ഞു എന്ന് പറയാം. നിങ്ങളെ ഒന്നും പോയിരുന്നത് കൈ നിങ്ങളൊക്കെ. അതായത് ഞാൻ ഈ പ്രോഗ്രാമിന്റെ കാര്യത്തിൽ ഒരു കാര്യത്തിലും ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കുന്നുണ്ട്. അപ്പൊ ഞാനെല്ലാം ഓക്കെ പറയുന്നുണ്ട്. എല്ലാം വളരെ കൃത്യമായിട്ട് നടന്നു. അത് മെയിനായിട്ട് എനിക്ക് എടുത്ത് പറയേണ്ടത് ശബരിയാണ്. ശബരിക്ക് കൈയ്യെ കുറിച്ചേ പറ്റില്ല. അത് എല്ലാ ദിവസവും രാവിലെ അതിന്റെ അപ്ഡേറ്റുകൾ എനിക്ക് തരും. ഞാൻ ഇതുവരെ അവരോട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ശബരി എന്തായി കാര്യങ്ങൾ ചോദിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. കൃത്യമായി രാവിലെ 9 മണി കഴിയുമ്പോൾ സാറേ ഇത്രയാളായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളോട് ബുക്ക് ചെയ്ത് കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്. അപ്പൊ ഇതുപോലൊരു ടീം കിട്ടിയത് തന്നെ എന്നെ സംബന്ധിച്ച്, ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. സത്യത്തിൽ ഞാനിപ്പോ സംസാരിക്കുമ്പോൾ എന്റെ കണ്ണ് നിറയുന്നതോ, പക്ഷെ ഉള്ളിൽ നിറയുന്നുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു യൂണിറ്റി, ആ ഒരു ഐക്യം, കാര്യങ്ങൾ നടത്താനുള്ളൊരു ആവേശം, പങ്കെടുക്കാനുള്ളൊരു ആവേശം. നമുക്കൊരു ബുദ്ധിമുട്ട് ഈ 50 പേര് വന്ന് പങ്കെടുത്തു. നമ്മൾ ആരെയും നിർബന്ധിച്ചില്ല. സ്വയം ഇതിലേക്ക് നമ്മുടെ ബ്രാഞ്ചിന്റെ കാര്യത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ അർപ്പിച്ച് ഈ കാര്യങ്ങൾ നടത്തുകയാണ്. ഒരു ഭയങ്കരമായ ഒരു പോസിറ്റീവാണ്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. നമ്മൾ അഞ്ചലിനെ തുടങ്ങിയപ്പോഴത്തേ ഉള്ളൊരു സ്വഭാവമാണ് സഹകരണം എന്ന് പറയുന്നത്. കാരണം നിങ്ങളെ എവിടെ പോലും ഒരുമിച്ച് പോവുക, എല്ലാ കാര്യത്തിനും ഒന്നിച്ച് നിൽക്കുക, അതൊരു വലിയ കാര്യം തന്നെയാണ്. പല ബ്രാഞ്ചിലും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. അപ്പൊ ഈ ഒരു ശക്തി, ഈ ഒരു പവർ നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചിങ്ങോട്ട് ആ പ്രീമിയത്തിന്റെ കാര്യത്തിൽ കൂടെ ഒന്ന് പകർത്തണം. അപ്പോ ഇപ്പൊ നമ്മളിവിടെ വന്നേക്കുന്നത്, ഞാൻ വന്ന് അഞ്ചല് ചാർജ് എടുത്ത ഫസ്റ്റ് ഡേ ആ കസേരയിലോട്ട് വന്ന് ഇരുന്നപ്പോ കുമാരദാസ് സാറിനെ മനസ്സിൽ ധ്യാനിച്ചാൽ, പിന്നെ വിജയകാലത്തിന്, പിന്നെ വിഷ്ണു സാറിനെ ഒക്കെ മനസ്സിൽ ധ്യാനിച്ചാൽ ഇരുന്ന് ഫസ്റ്റ് കേട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ, എന്നാ സാറേ ടൂർ പോകുന്നത്? ഞങ്ങൾ പ്രീമിയം ചെയ്യാം, സാറെ അല്ലെങ്കിൽ ജോയിൻ ചെയ്തോ, അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നുമല്ല. ഫസ്റ്റ് ചോദ്യം എന്റെ ചെവിയിൽ വന്ന ഇതാണ്, എന്നാ സാറേ ടൂർ പോകും? കാരണം എന്താ, അപ്പൊ നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു സന്തോഷം, അതാണ് പറയുന്നത്. അപ്പോ നമുക്ക് ഇതിലും ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അടുത്ത വർഷം കഴിയും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഉണ്ടാക്കി പറ്റും. നമുക്ക് ഇപ്രാവശ്യം 5% ഗ്രോത്തേ ഉള്ളൂ. 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആരോ അത് കൺസിഡർ പോലും ചെയ്യുന്നില്ല. അവര് മിനിമം പറയാനെന്ന് വെച്ചാൽ, മിനിമം നിങ്ങൾ ഡബിൾ ഡിജിറ്റ്, അത് 10% ഗ്രോത്ത് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ കഴിഞ്ഞ വർഷം എത്ര പ്രീമിയം ചെയ്തു, കഴിഞ്ഞ വർഷം എത്ര പ്രീമിയം ചെയ്തു, അതിലുപരിയായി മിനിമം 10%, അതിൽ എത്ര വേണേലും കൂടാം. ആ 10% നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ബ്രാഞ്ചിന് വേണ്ടി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അത് നിങ്ങൾ എഗ്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് കൈയടിക്കാം. നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പൊ നമ്മള് വെറും 10% മിനിമം നിങ്ങൾ ഗ്രോത്ത് ചെയ്താൽ തന്നെ എന്താവും, നമ്മുടെ ബ്രാഞ്ച് അടുത്ത വർഷം ഡബിൾ ഡിജിറ്റ് ഗ്രോത്തിലേക്ക്. അതൊരു വലിയ അഭിമാനമാണ്. ബാക്കി എല്ലാ കാര്യത്തിലും നമ്മുടെ ബ്രാഞ്ചിൽ ഒട്ടും പുറകോട്ടല്ല. സംഘാടന മികവിന്റെ കാര്യത്തിലും